ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് കേസ് നാളെ സുപ്രീം കോടതിയിൽ പരിഗണനയ്ക്ക് വരികയാണ്. ഗവൺമെൻറ്റിൻ്റെ നിലപാട് അറിയാൻ താല്പര്യമുണ്ട്. കാരണം ഞങ്ങൾക്കൊരു നിലപാടേ ഉള്ളൂ, യുവതികളെ അവിടെ പ്രവേശിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് അന്നും ഇന്നും UDF എടുത്തിട്ടുള്ള നിലപാട്. അതനുസരിച്ചാണ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് അഫിഡവിറ്റ് കൊടുത്തിരുന്നത്. ആ അഫിഡവിറ്റ് മാറ്റിയിട്ടാണ് അന്ന് പിണറായി വിജയൻ്റെ ഗവൺമെൻറ് യുവതി പ്രവേശനം അനുവദിക്കണം എന്നുള്ള സത്യവാങ്മൂലം കൊടുത്തത്. ഇപ്പോഴും അവർ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് അവർ വ്യക്തമാക്കണം. ഞങ്ങൾക്കൊരു നിലപാടേ ഉള്ളൂ. കാരണം ആചാരങ്ങൾക്കനുസരിച്ചും അവിടുത്തെ ശബരിമലയുടെ പ്രത്യേകത അനുസരിച്ചും വിശ്വാസങ്ങളനുസരിച്ചും യുവതികളെ കയറ്റാൻ പാടില്ല എന്നുള്ളതാണ്. അതേസമയം 50-55 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളെ കയറ്റുന്നതിന് ഞങ്ങൾ ആരും എതിരുമല്ല. അപ്പോൾ ഗവൺമെൻറ് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കേണ്ട സമയമായിരിക്കുന്നു. യുവതീ പ്രവേശനം അനുവദിച്ച ശേഷം നാട്ടിലെ ജനങ്ങളുടെ വീടുകളിൽ പോയി മാപ്പ് പറഞ്ഞവരാണ് മാർക്സിസ്റ്റ് പാർട്ടി. അവരുടെ ഇപ്പോഴത്തെ നിലപാടാണ് അറിയാൻ താല്പര്യം. ഈ ആഗോള അയ്യപ്പ സംഗമം വന്നപ്പോൾ അന്ന് UDF പറഞ്ഞത് അഫിഡവിറ്റ് മാറ്റി നൽകണമെന്നാണ്. അതിൽ ഇനി നിലപാട് ഞങ്ങളുടെ നിലപാട് അത് തന്നെയാണ്. ആ ഗവൺമെൻറ് കൊടുത്ത അഫിഡവിറ്റ് മാറ്റി എഴുതണം. കാരണം യുവതി പ്രവേശനം അനുവദനീയമല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അത്തരം ഒരു അഫിഡവിറ്റ് കൊടുത്തത്. അത് മാറ്റിയിട്ടാണ് യുവതി പ്രവേശനം അനുവദിക്കണമെന്നാണ് പിണറായി വിജയൻ ഗവൺമെൻറ് അഫിഡവിറ്റ് കൊടുത്തത്. അവരിപ്പോഴും അതിൽ നിൽക്കുന്നുണ്ടോ എന്ന് അറിയേണ്ട സമയമാണിപ്പോൾ. മുഖ്യമന്ത്രി അത് വ്യക്തമാക്കട്ടെ. അതോടൊപ്പം തന്നെ ഇന്നലെ തിരുവനന്തപുരത്ത് ഒരു ഡിവൈഎഫ്കാരി ചേർന്നൊരു പോലീസിനെ മർദ്ദിച്ചു. മർദ്ദനമേറ്റ പോലീസുകാരൻ്റെ പേരിൽ വളരെ ഫ്ലിംസി ആയിട്ടുള്ള വകുപ്പുകൾ. അതേസമയം മർദ്ദിച്ചവർക്ക് ജാമ്യവും കിട്ടി. ഇതാണ് ഇവിടെ നടക്കുന്ന പോലീസ് സംവിധാനം. ഒരു SIയെ കുത്തി. അപ്പോൾ പോലീസുകാർക്ക് ഈ ഗവൺമെൻറ് കാലത്ത് രക്ഷയില്ലാത്തൊരവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഇതാണ് ജനങ്ങൾ കാണേണ്ടത്. അത് വലിയ കൊള്ളയല്ലേ നടന്നത്, വലിയ അഴിമതിയല്ലേ. ഈ അഴിമതിയും കൊള്ളയ്ക്കും ഗവൺമെൻറ് കൂട്ടു നിൽക്കുകയാണ്. അതാണ് ഞങ്ങൾ പറഞ്ഞത് ദേവസ്വം മന്ത്രിക്ക് ഇതിനകത്ത് ഉത്തരവാദിത്തമുണ്ടെന്ന്. ഈ കൊള്ളയും അഴിമതിയും തടയാൻ ഗവൺമെൻറ് എന്ത് ചെയ്യും? അതാണ് അറിയേണ്ടത്. ഇതിനെപ്പറ്റി ഇതിൻ്റെ കുറ്റക്കാരുടെ പേരിൽ നടപടിയെടുക്കണ്ടേ? ആ നടപടിയെടുക്കാൻ ഗവൺമെൻറ് മുന്നോട്ട് വരുമോ?